ബാപ്പാന്റെ ഡ്യൂട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കല. അതങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്ക. മോനെ ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം, മോനെ ശിർക്ക് മഹാപാപ. അപ്പൊ ശിർക്ക് എന്ന പദം എന്താന്ന് മകൻ അറിയണം. ആ പങ്കു ചേർക്കുന്നതിന്റെ രൂപം എന്താന്ന് മകൻ അറിയണം. തൗഹീദ് എന്താന്ന് അറിയണം. എവിടുന്ന്? ഉപ്പാന്റെ മടിത്തട്ടിന്ന്, ഉസ്താദിന്റെ മടിത്തട്ടിലല്ല. ഉസ്താദ് മടിയിലിരുത്തിന്ന് പറഞ്ഞിട്ട് വേറെന്തോ വ്യാഖ്യാനിച്ച് അയാളെ വേറെന്തോ ശിക്ഷിക്കുകയും ചെയ്തു. അപ്പോ ഉസ്താദ്മാർക്ക് ഇപ്പൊ തൊടാൻ തന്നെ പേടിയാ. തൊട്ടാ പോയി വേഷം. കുട്ടി വെറുതെ പറഞ്ഞാൽ മതി ദേഷ്യം പിടിച്ചാലും. അപ്പൊ ബാപ്പാക്ക് മടിയിലിരുത്താലോ? മടിയിലിരുത്തി ആദ്യം പറയേണ്ട വാക്കെന്താ? മോനെ ശിർക്ക് ചെയ്യരുത് എന്നാ. രണ്ടാമത്തേതോ മാതാപിതാക്കളെ കുറിച്ചാണ് അല്ലേ? സ്വന്തം മാതാവിനെ താമരശ്ശേരിയിൽ കഴുത്തറുത്ത് കൊന്നില്ലേ കഞ്ചാവിന്റെ പേരിൽ? കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്നാ തോന്നിയാസി മൈത്രേയൻ. ഞാൻ വെറുതെ ആവേശം കൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. ഒരു ആഭ്യന്തര മന്ത്രി പദം എനിക്കെന്തെങ്കിലും കിട്ടിയാൽ ആദ്യം ഞാൻ ജയിലടക്കിയ മൈത്രേയനായിരിക്കും. കേരളത്തിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ, ലോകത്തിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ, പിശാചിന്റെ വലങ്കയ്യനെ. മൈത്രേയൻ തന്നെ ബുദ്ധി ഓൻ നാടിന്റെ ശാപമാണ്. ഓനൊക്കെ തിരിച്ചറിയാത്ത ഭരണകൂടം ഉണ്ടെങ്കിലേ ആ ഭരണകൂടം തോറ്റ ഭരണകൂടമാണ്. അത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണേ അത് കോൺഗ്രസ് ആണേ അത്. മൈത്രേയൻ തന്നെ ഇന്ത്യയുടെ ശത്രുവിനെ തിരിച്ചറിയാത്തവൻ. കഞ്ചാവ് വെക്കുന്നത് എന്നിട്ട് പാകിസ്ഥാനെ കൊള്ളപ്പോവുക. ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്തെ നശിപ്പിച്ച പോലെ ഒരുത്തനും പാകിസ്ഥാനിൽ നശിപ്പിക്കാൻ വന്നിട്ടില്ല, ചൈനയിൽ നിന്ന് നശിപ്പിക്കാൻ വന്നിട്ടില്ല. ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവനാണ് ഈ നാട് തകർക്കുന്നത്. ഓനെയാണ് സൂക്ഷിക്കേണ്ടത്. കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന്, എന്നിട്ട് ബേക്കറിയിൽ ചോക്ലേറ്റും കേക്കും കിട്ടുന്ന പോലെ കുട്ടികൾക്ക് ചെന്ന കഞ്ചാവ് കിട്ടണമെന്ന് പ്രസംഗിച്ച തോന്നിയാസിന്റെ പേരാണ് മൈത്രേയൻ. ഓനെ നേർക്ക് നേരെ കണ്ട ചെവിക്കുറ്റി നോക്കി അടിക്കേണ്ട മനുഷ്യന്മാരെ ധാർമ്മിക രോക്ഷമുള്ളവര്. അത് ആലോചിച്ച് നോക്കണം. ഈ കേരളത്തിൽ നടക്കണത് ഓൻ പ്രസംഗിക്കാൻ അനുസരണം ഉണ്ടാകരുത്. ചുവന്ന ലൈറ്റ് കണ്ടാൽ വണ്ടി നിർത്തരുത് എന്ന് പ്രസംഗിച്ചവനാ അവന്. ഈ നാടിനെ കലാപമാക്കിയവനാ അവന്. പെണ്ണിനെ കയറി പിടിക്കാൻ പഠിപ്പിച്ചവനാ അവന്. ഓൻ അനുസരണം ഉണ്ടാകുന്ന നിയമത്തെ അനുസരിക്കരുത്, ഭരണകൂടത്തെ അനുസരിക്കരുത്. എല്ലാ ചെറ്റത്തരും ചെയ്യാൻ പരസ്യമായി പ്രസംഗിച്ച ആ മഹാതോന്യാസിയെ തുറങ്കലടച്ചാൽ ഇരട്ടച്ചങ്കനാണ് മുഖ്യമന്ത്രി. ഞാൻ അംഗീകരിക്കും. അതല്ലാത്ത കാലത്തോളം എനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഈ രാജ്യത്തെ ഏറ്റവും നശിപ്പിച്ച പാഠ്യപദ്ധതി കേരളത്തിന്റെ പാഠ്യപദ്ധതി ആലോചിച്ചു നോക്ക്. ജെൻഡർ ന്യൂട്രാലിറ്റി കേരളത്തിൽ നശിപ്പിച്ച. പഠിക്കാൻ പഠിപ്പിക്കല്ല, പിടിക്കാൻ പഠിപ്പിക്കുക. തൊട്ടടുത്ത് ടൈറ്റ് ജീൻസ് ഇട്ട് പെണ്ണിനെ ഇരുത്തിയിട്ട് ഓളെ കാൽമല് ഓന്റെ പണിയെടുക്കാൻ നിശ്ചയിക്കുക. ആ ജാതി വൃത്തികെട്ട ചികിത്സയാണ് ഇവിടെ പാഠ്യപദ്ധതിയിലുള്ളത്. ആണിനെയും പെണ്ണിനെയും, ആണും പെണ്ണും തന്നെ ആകർഷിക്കപ്പെടുന്നതാണുള്ള മൗലിക വിവരം പോലും ഇല്ലാത്തവർ. നിങ്ങളുടെ വിചാരം എന്താ? ആണിന്റെ അടുത്തിരിക്കുന്ന പെണ്ണ് ഇരുമ്പിന്റെ കഷ്ണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണോ? അല്ല പെണ്ണിന്റെ കൂടെ ഇരിക്കുന്ന ആണ് ഇവിടുത്തെ തേക്ക് പട്ടി ഉണ്ടാക്കിയ മതിൽ ഉണ്ടാക്കിയ ഒരു സാധനമാണെന്നോ? വികാരങ്ങളുള്ള, കാമമുള്ള, വിചാരമുള്ള ഒരു സൃഷ്ടിയാണോ പെണ്ണിനെ തൊട്ടടുത്തിരുത്തി കൊടുക്കുന്നത്? അത് പെങ്ങളല്ല, അന്യ പെണ്ണിനെ. അതാ പാഠ്യപദ്ധതി. ഞാൻ ഉറച്ചു വെച്ചു 10 കൊല്ലം കഴിഞ്ഞാൽ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കൂല. മക്കളെ സ്നേഹിക്കുന്ന ഒരുത്തനും ഇന്നത്തെ സ്കൂളിലേക്ക് പറഞ്ഞേക്കൂല. അത്ര നീചമാണ് സ്കൂളിലെത്തിയ കുട്ടികൾ പഠിക്കുന്നത്. സ്കൂൾ അധ്യാപകരെ പഠിപ്പിക്കുന്നു എന്നല്ല, പാഠ്യപദ്ധതി പോലും കുട്ടികളെ കീഴെടുത്തുന്നതാ. ലിബറലിസമാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആണും പെണ്ണും മതി ഇവിടെ, അതിന്റെ ഇടയിലുള്ള വർഗം വേണ്ടാണ്. അതിന്റെ ഇടയിലുള്ള വർഗത്തെ വെച്ചൊരു പൊളിറ്റിക്സ് ഇന്ത്യയുടെ സുപ്രീം കോടതി വരെ വിലക്കെടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് ഏതാ അറിയോ? ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് ഭംഗിയായി കേരളത്തിൽ ജയിച്ചു. എല്ലാ വൃത്തികേടും സവർഗരതി നിയമം മൂലം ഹലാലാക്കി ഈ രാജ്യം. ആണിനെ കല്യാണം കഴിക്കുന്ന ഹലാലാക്കി ഈ രാജ്യം. പെണ്ണിനെ കല്യാണം കഴിക്കുന്ന മാനവ അധോഗതി. മാനവ പുരോഗതിയല്ല, മാനവ അധോഗതി. ഞാൻ ഇവിടെ ഇരിക്കുന്നതോട് ചോദിക്കുകയാണ്, ഗാന്ധിജിന്റെ അമ്മയും നെഹ്റുവിന്റെ അമ്മയും കല്യാണം കഴിച്ച ഗാന്ധിജി ഉണ്ടാവില്ല, നെഹ്റു ഉണ്ടാവില്ല. ശരിയല്ലേ? അല്ലേ? അല്ലേ? മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ബാപ്പയും അബുൽ കലാം ആസാദിന്റെ ബാപ്പയും കല്യാണം കഴിച്ചാൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ടാവില്ല, മൗലാന അബുൽ കലാം ആസാദ് ഉണ്ടാവില്ല. ഇല്ല. എംബാപ്പെ ഒരു കളിക്കാരനാ. അദ്ദേഹത്തിന്റെ അച്ഛൻ വേറൊരു ആണായിട്ട് കല്യാണം കഴിച്ച എംബാപ്പെ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? മെസ്സിന്റെ അമ്മ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച മെസ്സി ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് ആദില നൂറ നാഷണൽ വേസ്റ്റുകളാണ്. അത് പറയാത്തവർ അതിനേക്കാൾ വലിയ നാഷണൽ വേസ്റ്റ് ആണ്. അവരെ ഇന്റർവ്യൂ നടത്തുന്നവർ കൊയനാട്ട കുത്തിയവരാണ്. മനസ്സിലായോ? ഏത് ആദിലിനെയും നൂറിനെ എഴുത്തിയിട്ട് ഇന്റർവ്യൂ നടത്തുന്ന ചില ആളുകൾ കണ്ടില്ലേ? ഓനെപ്പോലെ നീചൻ ഈ ഭൂമുഖത്താരുണ്ടോ? സ്കൂൾ ഉണ്ടാവില്ല. പിന്നെ ഈ 100 ആദിലെയും 100 എല്ലാം കെട്ടിപ്പിടിച്ചാലും ഒരു സകല സുഖം എടുത്താലും പൊന്നാര മുസ്ലിമീങ്ങളെ ഓർക്കൊരു കുട്ടി ഉണ്ടാവുമോ? അപ്പൊ ഓരോ കുട്ടീനെ LKG ചേർക്കുവോ? അങ്ങനെ എല്ലാ പെണ്ണും കല്യാണം കഴിച്ചാൽ ഇവിടെ LKG UKG സ്കൂൾ ഉണ്ടാവുമോ? ഇവിടെ LLB ഉണ്ടാവുമോ? ഇവിടെ MBBS ഉണ്ടാവുമോ? എന്നിട്ട് മനുഷ്യൻ അതിന്റെ പിന്നാലെ പോവുക. ആണാണിനെ, പെണ്ണിനെ. അങ്ങനെ ഒന്നില്ല. അത് പ്രകൃതി ദുരന്തമാണ്. അത് പ്രകൃതി വിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്. അവരല്ല നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് സൊഡോം നിവാസികൾ, സഡൂം, ഡെഡ് സീ, അൽ ബഹർ അൽ മയ്യിത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളൊരു മോചനം. നിങ്ങൾ നോക്കൂ, മദ്യം. ഈ തിരൂർ എത്ര മദ്യം വെക്കുന്നുണ്ട്? തിരൂര് മുസ്ലിങ്ങളുടെ പോക്കറ്റാ.
കഞ്ചാവ് വിൽക്കാത്ത ഒരു സ്ഥലം ഉണ്ടോ നമ്മുടെ ഈ ബീച്ചിന്റെ പരിസരത്ത്? കഞ്ചാവില്ലാത്ത എത്ര വീടുകളുണ്ടാവും? കഞ്ചാവ് ഉള്ളത് ഇല്ലാത്തത് വേർതിരിക്കാൻ പറ്റും? നമ്മുടെ കുട്ടികളല്ലേ കരിയറായി പ്രവൃത്തി, നമ്മുടെ കുട്ടികളല്ലേ, പെൺകുട്ടികൾ വരെയല്ലേ അല്ലേ? കോഴിക്കോട് ഒരു കുഞ്ഞു സ്കൂളിലെ കുഞ്ഞു പെൺകുട്ടി, അവിടെ കയ്യിലൊരു പൊതി കൊടുക്കും ഒരു ചെക്കൻ. പാവം കുട്ടിനോട് പറയും, നീ ഇന്ന് ആ പെട്ടിക്കടയിൽ കൊടുത്താൽ മതി, ഒരു പയമ്പരിയും ചായയും കിട്ടും. ആ കുട്ടിക്ക് ഒരു പയമ്പരിയും ചായയും കൊടുക്കും. ഇത് കഞ്ചാവാണെന്നുള്ളത് കുട്ടിക്ക് അറിയില്ല. കുട്ടികളുടെ ബാഗിൽ ആസൂത്രിതമായി സിന്തറ്റിക് ലഹരികൾ പെൺകുട്ടികളൊക്കെ ഓവറായിട്ട് ഉപയോഗിക്കുന്നു. ആൺകുട്ടികളെക്കാൾ ഏറ്റവും വലിയ പിന്നെ എന്താ പറയുക ക്രൂരയായി പെരുമാറുന്ന പെൺകുട്ടികളാണ് ഈ അടുത്ത കാലത്ത്. അവർ ശാസ്ത്രീയമായി കൊല്ലുന്ന പോലെ അവർ സൈറ്റിൽ കയറി സെർച്ച് ചെയ്യുന്നൊന്നും ആണുങ്ങൾ സെർച്ച് ചെയ്യാറില്ല. അത്രയും ഭീകരമാണ് പെൺവർഗം. ഞാൻ വെറുതെ പറയല്ല. പ്രേമിക്കാൻ ഇഷ്ടമില്ലാത്ത ചെക്കനോട് നീ ആണാടാ, എടാ ഞാൻ ചുണ്ടിലൊക്കെ പരട്ടി വന്നിട്ട് നിന്റെ സൗന്ദര്യം കാണാത്ത ഈ ചെറുത്താനല്ലടാ നോക്ക പെൺകുട്ടികൾ ചോദിക്കള്. എന്നിട്ട് ഒരു പെണ്ണ് 7 പുരുഷന്മാരെ, ഒരു പുരുഷൻ 7 പെണ്ണുങ്ങളൊക്കെ കൊണ്ടെടുക്കുക. അപ്പോൾ ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ശരിക്കും ബീച്ചിലൊക്കെ പരിശോധിച്ച് നോക്ക്. രാത്രി 2 മണിക്ക് നമ്മുടെ പെൺകുട്ടികൾ, അങ്ങനെ പേരിനൊരു മഫ്ത എങ്ങനെ ഉണ്ടാവും, നമ്മുടെ പെൺകുട്ടികൾ 2 മണിക്ക് ഏത് വീട്ടിലേക്ക് അവൾ പോകുന്നത്? ഏത് വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിയത്? മുസ്ലിമിന്റെ വീട്ടിൽ നിന്നല്ലേ? നിസ്കരിക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന വാപ്പാന്റെ വീട്ടിൽ നിന്നല്ലേ? അല്ലേ? ജീവിതത്തിൽ ഒരു തെറ്റും ചിന്തിക്കാത്ത ഉമ്മാന്റെ മോളല്ലേ ഓള്? എങ്ങനെയോള് അങ്ങനെ ആയി? ആരാ അവളെ നിയന്ത്രിക്കേണ്ടത്? ചിന്തിക്കുക, എല്ലാവരും ചിന്തിക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു മക്കളെ നന്നാക്കി? ഒരു ഉദാഹരണം. നബിയുടെ പേരക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഫാത്തിമയോട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ടതില്ല. ഫാത്തിമ ബീവിയുടെ പേരക്കുട്ടി പൊതുമുതലിൽ നിന്ന് പാടില്ലാത്തൊരു കാരൊക്കെ എടുത്ത് വായിലിട്ടു. തുപ്പിക്കള മോനെ, മോനെ നമുക്കത് ഹലാലല്ലോ കുഞ്ഞെ. കുട്ടി വായിൽ തന്നെ ഇട്ടു. നബി വിരല് വായിലേക്ക് വെച്ചത് കുട്ടി കരഞ്ഞു. എന്നിട്ട് നബി അത് അനുവദിച്ചില്ല. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ എന്താ ചോദിക്കല്? നമ്മൾ സാധാരണ പറയല് കുട്ടികളല്ലേ, പൈച്ചിട്ടല്ലേ, നെയ്ച്ചോറല്ലേ, ബെയ്ച്ചോട്ടേ. നമ്മൾ സാധാരണ പറയുന്ന ചൊല്ലാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കാരുണ്യമുള്ള ആളാ. എന്നിട്ട് ചെറിയ കുട്ടിയുടെ വായിൽ നിന്ന് കാരക്കെടുക്കുക വഴി ആ കുട്ടി എന്ന വെള്ളക്കടലാസിൽ കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര എന്ന ഫിത്രത്തിൽ നബി എന്താ എഴുതുന്നത്? മോനെ ഹറാം നമുക്ക് പറ്റൂല എന്നാ പഠിപ്പിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഹസൻ ഹുസൈൻ കുട്ടികൾ അന്യന്റെ കാരക്കെടുത്ത് നിങ്ങൾ ആ ചരിത്രത്തിലൂടെയും കാണുമോ? ഉണ്ടോ? എനിക്ക് പറഞ്ഞു തരണോ? ഞാൻ വായിച്ചെടുത്തൊരു സ്ഥലത്തില്ല. ചിന്തിക്ക്, വേണ്ട, അതൊക്കെ പോട്ടെ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബൈസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റ് പോകും. ദിക്റൊന്നും ചെല്ലാതെ സലാം വീട്ടിൽ എണീറ്റ് പോകും. കുറേ ദിവസം എണീറ്റപ്പോ സഹാബികൾ നിൽക്കവിടെ, കുറെ ദിവസമായല്ലോ കാട്ടി വെറ്റമായി പോണ്, എങ്ങോട്ടാണ് ചോദിച്ചു. ഒരു ദിക്റില്ല, ദുആ ഇല്ല, എന്താ പത്ര തിരക്ക്, ദുനിയാവിന്റെ ഷൂല് എന്താന്നൊക്കെ ചോദിച്ചു അബൂ ദുജാന റളിയല്ലാഹു തആലയോട്. എനിക്ക് കേട്ടോളി, ഇവിടെ ഇരിക്കുന്ന ഉപ്പമാര് ശരിക്കും ജീവിതത്തിൽ കേട്ടോളി. അബൂ ദുജാന പറയണം, അതെ അയൽപ്പക്കത്തൊരു ഈത്തപ്പനുണ്ട്, നിറയെ ഈത്തപ്പഴ പാകമായി നിൽക്കുക, എന്റെ മുറ്റത്താ വീഴുക. പന അദ്ദേഹത്തിൻ്റെതാണ്, ഈത്തപ്പഴവും അദ്ദേഹത്തിൻ്റെതാണ്, അത് വീഴുന്നത് എന്റെ മുറ്റത്താണ്. ഈത്തപ്പനക്ക് അറിയില്ലല്ലോ മുറ്റം എന്റേതാണെന്ന്. ചിന്തിക്കണേ. എന്നിട്ട് അദ്ദേഹം പറയണമെന്നറിയോ, എനിക്ക് ചെറിയ കുട്ടികളുണ്ട്, ഞാനിവിടെ ദിക്റും ദുആക്കെ ചൊല്ലി പള്ളിയിലിരുന്നാൽ എൻ്റെ കുട്ടികൾ നേരത്തെ എണീക്കുന്ന കുട്ടികളാണ്. അവരെണീറ്റ് മിറ്റത്തിൽ ഈ ടേസ്റ്റുള്ള ഈത്തപ്പഴം എടുത്ത് തിന്നും. ചെറുപ്പത്തിലെ തന്നെ എൻ്റെ മക്കളുടെ വയറ്റിൽ ബുത്തൂനിഹിം ഇല്ലന്നാർ, നരകത്തിന്റെ തീ നിറക്കും, അതെനിക്ക് സൈക്കൂല. ഞാൻ ചോദിക്കണം, അങ്ങനത്തെ ഒരു ബാപ്പ ഈ സദസ്സിലുണ്ടോ? എൻ്റെ മോനൊരു തീപ്പെട്ടിക്കുള്ളി അന്നൻ്റെത് എടുക്കരുത് എന്ന് മകനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇത്ര ജാഗ്രത പുലർത്തി എത്ര ആളുണ്ട്? ഇനി ഞാൻ പറയുന്ന പോയിന്റ് കുറച്ച് ഗൗരവത്തിൽ ചിന്തിച്ചോളി. ഉമ്മമാര് ശരിക്കും ചിന്തിച്ചോ. എല്ലാ ബാപ്പാരും നമ്മളോട് എന്താ പറയല്? എൻ്റെ മോന് വേണ്ടി, എൻ്റെ മോക്ക് വേണ്ടി. ശരി, മോന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നായി നയിക്കുന്ന മാതിരി നയിക്കാന്നല്ലാതെ മോളെ കൂടെ 10 മിനിറ്റ് ഇരുന്നിട്ടുണ്ടോ? മോളെ കൈപിടിച്ച് തടവിയിട്ട് വാവേ എന്തെങ്കിലും വേണോ, നിനക്ക് എന്തെങ്കിലും ഉപ്പാനോട് പറയാനുണ്ടോ? എൻ്റെ കുട്ടീൻ്റെ സ്കൂൾ ആരൊക്കെ ഉള്ളത്, നിന്റെ കൂട്ടുകാരികൾ ആരാ? എനിക്ക് പേടിച്ചിട്ട് എൻ്റെ മക്കളോട് ചോദിച്ചു. കാരണം 6 പെൺകുട്ടികളാണല്ലോ. ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കും, ആരാങ്ങളെ കൂട്ടുകാരികൾ? ഓലൊന്നും വിളിക്കുവോ? 10 ദിവസത്തെ ലീവ് ഉണ്ട്, ഓണത്തിൻ്റെ ലീവ്, എന്നാൽ ഒന്ന് അവരെ വിളിക്കുവോ? അവരെ സൽക്കരിക്കുക. ഞാൻ വീട്ടിൽ അവർ വരുമ്പം തന്നെ എനിക്കറിയാം, അവരെ വസ്ത്രം കണ്ടാൽ അറിയാം ഇതേത് ടൈപ്പാണ്, അവരെ പെരുമാറ്റം. അവർ വരുമ്പോൾ ചുണ്ടിൽ ചേർത്തിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ അന്ന് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ ഞാൻ പറയും, അതിൽപ്പെട്ട ഇന്നെന്ന കുട്ടികളില്ലേ, അവരെങ്ങാനും ഇനി നിന്റെ കൂട്ടുകാരിയായാൽ ബാപ്പാന്റെ തനി നിറം നീ കാണും. 2 ആയത്തും പറഞ്ഞു കൊടുക്കും, 2 ഖുർആനിക വചനം, വെറുതല്ല. അതായതറിയോ, അക്രമികളായ ആളുകൾ കൈകടിക്കുന്ന ദിവസം ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى لما اتخذ فلان خليلا. 25-ാം അധ്യായം 27, 28, 29 അർത്ഥം എന്താ അറിയോ? അക്രമി പരലോകത്ത് വെച്ചിട്ട് കൈകടിക്കും. എന്നിട്ട് പറയണെന്തറിയോ, അള്ളാന്റെ റസൂലിനെ ചര്യ പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്താ ലൈതനി, എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂട്ടുകാരികൾ വളരെ മോശമായിരുന്നു, അവരായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഉപ്പയായിട്ടാണോ കൂടുതൽ സംസാരിച്ച് കൂട്ടുകാരിയായിട്ടാണോ? ഇവിടെ ഒന്ന് കൈവന്തിച്ചു നോക്കിയേ.
കൂട്ടുകാരികളോട് സംസാരിക്കാൻ എടുത്ത ടൈം ബാപ്പാനോട് എടുക്കലുണ്ടോ? ഇല്ല. എത്ര? ഞാൻ കാണിച്ചു തരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും ഉപ്പ, ഞാനാണ്, എനിക്കൊരു 10 രൂപ അയച്ചു തരണപ്പാ കോളേജിലെ. ഖലാസ് മോളെ, ഞാൻ അയക്കട്ടോ, കഴിഞ്ഞു. സത്യല്ലേ? ഉമ്മാനോട് അരമണിക്കൂർ സംസാരിച്ചിട്ട് പൂതി തീരാത്ത എത്ര കുട്ടികളുണ്ട്? നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഇവിടെ ഇരുന്നിട്ട് ഭർത്താവിനെ വിളിക്കാൻ 1 മിനിറ്റ്, ഇഷ്ടമുള്ള ഒരു ചെക്കനെ വിളിക്കാനോ 1 മണിക്കൂർ. എറിഞ്ഞാൻ പൊട്ടിക്ക് ഈ സാധനം. നിങ്ങൾ കള്ളം പറഞ്ഞു. ഈ സാധനം നരകത്തിലേക്കും ഈ സാധനം സ്വർഗത്തിലേക്കും വിളിക്കുന്ന ഒരു സാധനമാണ്. മനസ്സിലായിക്കോളി. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. കേൾവിയും കാഴ്ചയും എപ്പോഴാണെങ്കിലും ഒരു പെണ്ണ് പാടുന്ന രംഗം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറയുന്നുണ്ട്. ലഖദ് ത്വാല ഹാദൽ ലൈലു വജവദ ജാനിബുഹു. ചുറ്റും കറുത്ത് തമാമയമായി ഇരുമുട്ടും ഇരവിതിൽ ഏകാഗിയാണു ഞാൻ, കൂട്ടിനൻ തോയനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ. അതായത് ആ പെണ്ണ് പറയുന്നതെന്നറിയോ? ആട്ടുകട്ടിലാണ് ഞാൻ, നല്ല തണുത്ത രാത്രിയാണ്, കൂരിരുട്ടുള്ള രാത്രിയാണ്, എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്. ശരിക്കും മനസ്സിലായിക്കോളി. ഭർത്താവ് പട്ടാളത്തിലാണ്, അല്ലെ ഭർത്താവ് ബാംഗ്ലൂരാണ്, ഹൈദരാബാദിലാണ്, മദ്രാസിലാണ്, UAE-യിലാണ്, എവിടെ ആവട്ടെ. എന്നാൽ ആ പെണ്ണ് പറയുന്നതറിയോ? ഇവിടെ വേറെ ആരുമില്ല, എനിക്കാണെങ്കിൽ കാമം, ഇഷ്ടം, ലൈംഗികമായ തൃഷ്ണ. പക്ഷെ പടച്ചോനെ, ഒരു പുരുഷനെ ഞാൻ ക്ഷണിച്ചോൻ വരും, ഞാൻ ഇവിടെ ഒറ്റക്കാണ്. പക്ഷേ നാഥ, ഞാൻ നിന്നെ പേടിക്കുന്നു. നാഥാ, നാഥാ, ഞാൻ നിന്നെ പേടിക്കുന്നു. സുന്ദരിയായ ഒരു പെണ്ണ്, ഓള് വിളിക്കാണ് ഒരുത്തനെ, ബാടാ ഞാനുണ്ട്, ഞാൻ റെഡിയാണ് നിന്റെ ആഗ്രഹത്തിന്. അപ്പൊ ആ ചെറുപ്പക്കാരൻ ഇന്നി അഖാഫുല്ലാ. ഈ ബ്ലോക്ക് ജംഗ്ഷനിൽ താനൂരിൽ അങ്ങനെ ഒരു പുരുഷൻ ഉണ്ടാവുമോ? യൂസുഫ് നബി ഒറ്റക്ക് രാജകൊട്ടാരത്തിൽ. സുഹൃത്തുക്കളെ, സുലേഖ അതീവ സുന്ദരി രാജ്ഞി, ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിത. ഇതിനോളം വലിയ പൊസിഷൻ ഉണ്ടോ? വിളിച്ചിട്ട് ബെഡ്റൂം വരെ യൂസുഫ് നബി പോയി എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു നിഷ്കളങ്കൻ. നമ്മൾ പറയില്ല ആ പച്ചപ്പാവെന്നൊക്കെ. അങ്ങനെ അവൾ റൂമിൽ വിളിച്ചിട്ട് യൂസുഫ് നബിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. കാരണം യജമാനത്തിയാണ്, അവിടെ ജോലിക്കാരനാണ്, ക്ഷണിക്കുകയാണ്, ചെല്ലുക ബെഡ്റൂമിൽ. പിന്നെ അവിടെ ചെന്നപ്പാണ് അവളെ സ്വഭാവം മാറുന്നത് കണ്ടപ്പോ യൂസുഫ് നബി ഓടുക, പിറകുന്ന കുപ്പായം പിടിച്ചു. അപ്പൊ യൂസുഫ് നബി കുറ്റക്കാരനല്ല, പെണ്ണിനാണ് വികാരം, ബോധ്യായി. എന്നിട്ട് യൂസുഫ് നബി പറയുന്നതാ, എനിക്ക് ജയില് മതി, പെണ്ണിനെ വേണ്ട. ദുനിയാവിൽ എന്നെ സ്നേഹിക്കാത്ത പെണ്ണുങ്ങളില്ല, എന്നെ കണ്ടിട്ട് കൈമുറിച്ച പെണ്ണുങ്ങളായി നാട്ടില്. അതുകൊണ്ട് പടച്ചോനെ, എനിക്ക് ജയില് മതി. അദ്ദുന്യാ സിജനുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ഇസ്ലാം അല്ലേ? 12-ാം അധ്യായം 53 എന്താ ഉള്ളത്? വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമാറത്തുൻ ബിസൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. വരാനിരിക്കുന്ന ഒരു പുതിയ നോമ്പ്, നോമ്പിന്റെ 6 മാസം മുമ്പ് നോമ്പിൽ പ്രവേശിക്കുന്നവരാ സ്വഹാബിമാര്. ആ നോമ്പ് കൊണ്ട് 6 മാസം കഴിച്ചു കൂട്ടുന്നവരും. നമ്മളോ നോമ്പ് കഴിഞ്ഞ് നോമ്പ് വരുന്നാ നന്നാകുക, നോമ്പാട് കയ്യാൻ കാത്തുത്തിരിക്കുക, പ്രാർത്ഥിച്ച് പണ്ടാറടങ്ങാൻ. ഇതെന്താ മാറാത്തത്? 4 ആഴ്ച പോണില്ലല്ലോ, ഒന്ന് ഫോണ് തോണ്ടാൻ. അതായത് ഇങ്ങനെ കയ്യിലെടുക്കൂ, നോമ്പാ വെച്ച്, പിന്നെ ഇങ്ങനെ എടുത്ത് നോമ്പാ വെച്ച് പണ്ടാറടങ്ങാൻ. നോമ്പൊന്നും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മാറണം. മാറിയിട്ടില്ലെങ്കിൽ പടച്ചോന്റെ മുമ്പിൽ രക്ഷല്ലോ. എന്ന് ഞാൻ സൂറത്ത് ബഖറയിൽ 251 ഓതി അവസാനിപ്പിച്ചു. അള്ളാഹുലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ സൂക്ഷിക്കണം. നന്നാകാൻ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. പീസ് റേഡിയോ 24 hours മനുഷ്യനെ നന്നാക്കുന്നതാ. 24 hours നമ്മുടെ